അമേരിക്കയിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിനോളം വലിപ്പമുള്ള ഒരു കല്ല് ബഹിരാകാശത്തുകൂടെ സഞ്ചരിക്കുന്നു. അപ്പോഫിസ് എന്ന ആസ്ട്രോയിഡാണത്. 350 മീറ്ററോളം വലിപ്പം വരുന്ന കല്ല്. 2024 അപ്പോഫിസ് വാനനിരീക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അമേരിക്കയിലെ കിറ്റ് പീക്ക് നാഷണൽ ഒബ്സർവേറ്ററിയിലെ ശാസ്ത്രജ്ഞരാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. 2004 ഡിസംബറിൽ ഈ കല്ല് ഭൂമിയിൽ നിന്ന് 1.4 കോടി കിലോമീറ്റർ അകലെയായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് പാത കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. 2021 മാർച്ചിൽ നടത്തിയ പരീക്ഷണമാണ് പാത കൃത്യമായി കണ്ടെത്താൻ സഹായിച്ചത്. 2029 ഭൂമിയുമായി അടുത്തു വരുമെങ്കിലും കൂട്ടിയിടിക്കുവാനുള്ള സാധ്യത ചില ശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നുണ്ട്. അന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 30,000 കിലോമീറ്റർ കുറയാത്ത അകലത്തിലൂടെ അപ്പോഫിസ് കടന്നു പോകും. എന്നാൽ ഇത് പക്ഷേ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. പാതയിൽ ഒരു ചെറിയ ഉൽക്കയുമായി ഉള്ള കൂട്ടിയിടി പോലും ചിലപ്പോൾ അപ്പോഫിസിൻ്റെ പാതയിൽ വ്യതിയാനം സംഭവിക്കാം. ചിലപ്പോൾ അത് ഭൂമിയുടെ അകലെ കൂടിയോ അടുത്തുകൂടിയോ ആകാം പാത, അല്ലെങ്കിൽ ഭൂമിയുമായോ ഒരു കൂട്ടിയിടി സംഭവിക്കാം. എന്നിരുന്നാലും ഭൂമിയുടെ ഗുരുത്വാകർഷണവും ഒരു നിർണായക ഘടകമാണ്. നിലവിലുള്ള പാതയിൽ കൂടി പോയാൽ ഭൂമിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഒരു ഉൽക്കയുടെ ഭൂമിയിലെ വേഗത ഒരു ആവറേജ് റൈഫിൾ ബുള്ളറ്റിനേക്കാളുമുണ്ട്. അപ്പോഫിസ് വലിപ്പമുള്ള ഉൽക്കകൾ ഭൂമിയെ ഇടിച്ചാൽ ഹിരോഷിമയിൽ ഇട്ട അണുബോംബിനേക്കാൾ 4.5 ബില്യൺ പവർ ഉണ്ടാകും. ദിനോസറുകളെ തുടച്ചു നീക്കിയ പോലുള്ള ഒരവസ്ഥ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുക, ചിലപ്പോൾ അതിലും വലുത്.